ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേങ്ങ അരച്ചിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മത്തിക്കറി ഉണ്ടാക്കാം. മത്തി ഞാൻ അങ്ങനെ വാങ്ങാറില്ല, ഇടയ്ക്കൊക്കെ വറുക്കാനായിട്ട് മേടിക്കും കേട്ടോ. അതെന്ന് വെച്ചാൽ അത് ഭയങ്കര സ്മെല്ലൊക്കെ ഉള്ള മീൻ, പക്ഷെ നല്ല ടേസ്റ്റ് ആണല്ലോ വറുത്താലൊക്കെ. അപ്പോൾ ഈയിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്ത്, നല്ല പച്ച മത്തിയൊന്നും ആയിരുന്നില്ല കേട്ടോ കിട്ടിയത്, അതും കുഞ്ഞു മത്തിയായിരുന്നു. കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചൊരു നല്ല തേങ്ങ അരച്ചിട്ടൊരു മത്തിക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇടുന്നതാണ് കേട്ടോ നല്ലത്. 5-6 കഷ്ണം ചെറിയ ഉള്ളി, നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. നമുക്കൊരു ചട്ടി എടുക്കുക, അതിലേക്ക് ഒരു തക്കാളി, മുളക്, കറിവേപ്പില, പിന്നെ പുളിപ്പിന് ആവശ്യമായ മാങ്ങ. ഇതിൽ പുളി ചേർക്കുന്നില്ല കേട്ടോ, പുളിക്ക് പകരം മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചട്ടിയിൽ നമുക്കിതെല്ലാം ഇട്ടതിന് ശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല സിമ്പിൾ കറിയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചാളയെല്ലാം മത്തി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലൂടെ ആഡ് ചെയ്ത്, എന്നിട്ട് നമുക്ക് കൈവച്ച് നല്ല രീതിയിൽ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസൊന്നും കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ആദ്യം കൈവച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ നല്ല രീതിയിൽ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അരപ്പ് നമ്മൾ ആദ്യം കട്ടിക്കെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മിക്സി ജാറ് കഴുകിയെടുത്ത വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് വെച്ച് കൊടുക്കാം. അരപ്പ് എടുത്ത് ഇപ്പോൾ ഒഴിക്കണ്ട, നമുക്ക് അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്കൊന്ന് ചെറിയ രീതിയിൽ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് അരപ്പിട്ട് കൊടുക്കാം. ഇവിടെ ഈ പരുവത്തിലാണ് കേട്ടോ അരപ്പ് അരച്ച് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കിതിലോട്ട് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ കറിയുടെ നമ്മൾ മീനിൻ്റെ ഒഴിച്ചെടുത്തില്ലേ, ആ അരപ്പ് ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഈ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ ആ സമയം നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എനിക്ക് ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നേ, അങ്ങനെ ഉപ്പ് വീണ്ടും കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല കുറുകിയ ചാറോടുകൂടി ഒരു മത്തിക്കറിയാണ് കേട്ടോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ, വറ്റൽമുളക്, കടുക്, ചെറിയുള്ളി എല്ലാം കൂടി ചേർത്ത് കടുക് വറുത്ത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചേച്ചി നോക്കി പാകമായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോറും മത്തിക്കറിയും കഴിക്കാൻ പോവുകയാണേ. അമ്മാമ്മ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ കളിക്കാനായിട്ട്. ഗെയ്സ്, നമ്മുടെ ചേരിക്കോട്ട് പങ്കര കൊണ്ടുവരാണ് കേട്ടാ. നമ്മൾ അക്കമ്മയാണ് രണ്ടെണ്ണം കാണിച്ചു കൊടുത്തേ. എന്റെ ചെറുക്കുട്ടി ക്ലാപ്പ് യുവർ ഹാൻഡ്സ് കാണിച്ചിട്ട്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ചെറുക്കുട്ടിക്ക് ക്ലാപ്പ് ചെയ്യാനൊക്കെ അറിയാം കേട്ടോ. പിന്നെ ഡണ്ടണ് കൊട്ടടിക്കാനും അറിയാവോ? കൊട്ടടിക്കാൻ ഞാൻ കാണിച്ചു കൊടുത്തേ കുഞ്ഞ്. ഡണ്ടണക്കിനെ ആ അത് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടാറ്റ ബൈ ബൈ, സീ യു.